തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിൽ നാടകീയ രംഗങ്ങൾ. നമുക്കൊരു കളി കളിച്ചാലോ? കളിയാ? എന്ത് കളി? തുണി തിരിക്കോ. ഒന്ന് നിർത്ത്. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. പൊളിക്കാൻ പറ്റില്ല. അത് സമാധി ആയതുകൊണ്ട് പൊളിച്ചുകൂടാ. സമാധി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കാണലെന്ന് പറഞ്ഞു തീരുമാനിക്കരുത്. അകം വേകുന്നത് പുറം അറിയണ്ട. ആ കർമ്മ സമയത്ത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ആ പൂജ, ആ കർമ്മം പൂർത്തിയാകൂല. സമാധി ആയെന്ന് പറഞ്ഞ ആ സമയം പറഞ്ഞ ഇങ്ങനെയുള്ള നാട്ടുകാർ ചെയ്യാൻ സമ്മതിക്കൂല. ആ സമയം പറഞ്ഞ ഇങ്ങനെയുള്ള നാട്ടുകാർ ചെയ്യാൻ സമ്മതിക്കൂല. അടിപൊളി. ഇങ്ങോട്ട് വന്നേ നീ. വിശ്വസിച്ചു ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ. ഈ അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠവും ഈ നപുംസകശീല ഇടാനുള്ള എല്ലാം നേരത്തെ അച്ഛൻ കൊണ്ടുവന്നതിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. സമാധിയാവുന്ന അച്ഛൻ തന്നെ ഇന്നടുത്ത് പറയണം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയണം അച്ഛൻ ഇന്ന ദിവസം സമാധിയാവും. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഏകാഗ്രത നഷ്ടപ്പെടൂലേ? ഉപദ്രവിക്കല്ലേ, നമ്മളൊരു കിനാവ് കാണാണ്. അതായത് ഈ ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂല. അത് 100% ഗ്യാരണ്ടി. അപ്പൊ നമ്മളൊക്കെ മണ്ടന്മാരാ സാർ? അദ്ദേഹം തന്നെ പറയുകയാണല്ലോ, എൻ്റെ കൂടെ വന്നു, മരുന്ന് കഴിച്ചു, എൻ്റെ കൂടെ വന്നു, അതിനകത്തിരുന്നു. പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. ആത്മാവ് പോകുന്നത് അയാൾ കണ്ടു എന്നാണ് പറയുന്നത്. ആത്മാവ് പോയതിനു ശേഷം സ്ലാബിട്ട് മൂടി എന്നാണ് പറയുന്നത്. ഞാൻ അതിന് തക്കനെന്ന് കുഴിച്ചിട്ടു. ഒരു കൊലപാതകത്തിന് സമാനമായ സംഭവം നടന്നു എന്നാണ് നാട്ടുകാർ കരുതുന്നത്. അയാൾ പറയുന്ന അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ കൊലപാതകമാണ്. ആണോ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പറ, നിങ്ങൾ എന്ത് ചെയ്തു? അറിയാതെ ഉറങ്ങിപ്പോയി സാറേ. ഇവര് ബോഡിയൊക്കെ അടക്കം ചെയ്തു. അത് കഴിഞ്ഞ് 10-ാം തീയതിയാണ് രാവിലെ അല്ല, ഉച്ചയ്ക്കല്ലേണ, ഉച്ചയ്ക്ക് ഒരു പോസ്റ്റർ കൊണ്ടൊട്ടിക്കുന്നത്. ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. അപ്പൊ ഞാൻ പൊട്ടന. കുടുംബക്കാരെന്ന് പറയുമ്പോ അവർക്ക് എന്തുവാണോ പറയാം. രാത്രി 12 മണിക്ക് 1 മണിക്കാണ് അവിടെ ചീത്ത വിളിയാക്കണത്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. വീട് അവിടെ എന്ന് പറഞ്ഞു. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.